മലയാള താരസംഘടന അമ്മയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചത് മനസ്സിലാവും. അമ്മയിലെ ആൺമക്കൾക്കെതിരെ ഏതൊരു സ്ത്രീ ശബ്ദം ഉയർന്നാലും അതിനെതിരെ പ്രതികരിക്കുന്ന ആണുങ്ങളാവില്ല. അവർ കീ കൊടുത്തുവിടുന്ന ഇത്തരം സ്ത്രീകളായിരിക്കും. പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ പൊന്നമ്മ ബാബു അടക്കമുള്ളവർ ആരോപണ വിധേയനായ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിയിരുന്നു. പാർവതി തിരുവോത്ത് ശബ്ദമുയർത്തിയപ്പോൾ പാർവതിയോ അതാരാ എന്നും ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അമ്മയിലെ മറ്റൊരംഗമായ രചന നാരായണൻകുട്ടിയാണ്. ഇപ്പോഴത്തെ ഡമ്മി പൊന്നമ്മ ബാബുവാണ്. ബാബുരാജ് എന്ത് ചെയ്താലും പൊന്നമ്മ ബാബു അത് വെളുപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്തായാലും അമ്മയിൽ വീണ്ടും കൂട്ടത്തല് തുടങ്ങി എന്നാണ് മനസ്സിലാവുന്നത്. ശ്വേതാമേനോനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽപ്പെട്ട് അമ്മ വീണ്ടും പോകുകയാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാമേനോനെതിരായ കേസിൽ ബാബുരാജിന് പങ്കുണ്ടെന്നായിരുന്നു പൊതുവെയുള്ള വിമർശനം. അതിൽ മുൻപിൽ നിന്നിരുന്നത് മാലാ പാർവതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ മാലാ പാർവതിയുടെ ഗുരുതരമായ ആരോപണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പൊന്നമ്മ ബാബു രംഗത്തെത്തിയിട്ടുണ്ട്. അമ്മയിൽ ഭാരവാഹി തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കുകയാണ് വിവാദങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്നും ബാബുരാജ് പിന്മാറിയതിനു ശേഷമാണ് ആരാധകരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിചിത്രമായ നീക്കങ്ങൾ ഉണ്ടായത്. ഇതാണ് സംശയമുന്ന ബാബുരാജിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണവും. ബാബുരാജ് മത്സരിക്കുന്നതിനോട് അമ്മയിലെ നിരവധി മുതിർന്ന അംഗങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും ആ എതിർപ്പ് നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബാബുരാജിന് ശക്തമായ പിന്തുണയുമായി പൊന്നമ്മ ബാബു രംഗത്തെത്തുന്നത്. നെറികെട്ട കളികൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല ബാബുരാജ് എന്നും മാലാ പാർവതിയുടെ ലക്ഷ്യം മാധ്യമ ശ്രദ്ധയാണെന്നുമാണ് അവർ വിമർശിക്കുന്നത്. മാത്രമല്ല, ബാബുരാജിനെതിരെ തെളിവുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കണമെന്നും പൊന്നമ്മ ബാബു വെല്ലുവിളിക്കുകയുണ്ടായി. സ്വയം കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ ഈ തരത്തിലൊരു പ്രതികരണം നടത്താൻ പോലുമുള്ള കാരണം ബാബുരാജിൻ്റെ സമ്മർദ്ദമാണെന്നാണ് പൊതുവെയുള്ളൊരു പറച്ചിൽ. എന്നാൽ താൻ സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആളാണെന്നാണ് അവർ സ്വയം പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഇത്തരം സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിച്ചു പോകുന്നത്. മാത്രമല്ല, മാലാ പാർവതിക്ക് ഇതിനൊക്കെ തെളിവുണ്ടെങ്കിൽ മീഡിയ പബ്ലിസിറ്റിക്ക് നിൽക്കാതെ കേസ് കൊടുക്കട്ടെ എന്നും അവർ പറയുന്നുണ്ട്. അതേസമയം പൊന്നമ്മ ബാബുവിൻ്റെ ആരോപണങ്ങളെ മാലാ പാർവതി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സ്വാഭാവികം. 95 മുതൽ ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ മീഡിയ അറ്റൻഷൻ്റെ ആവശ്യമില്ലെന്നും അങ്ങനെ നെഗറ്റീവ് മാർഗത്തിലൂടെ കിട്ടുന്ന പൈസയിൽ വിശ്വാസമില്ല എന്നുമാണ് മാല പറയുന്നത്. സത്യം പറഞ്ഞാൽ മാലാ പാർവതി ചെയ്യുന്നതിലെ തെറ്റ് എന്ന് എനിക്ക് തോന്നിയത് ഇക്കാര്യങ്ങളൊന്നും അമ്മയിൽ പറയാതെ ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മീഡിയയുടെ മുൻപിൽ വന്ന് പറയുന്നതാണ്. അവർ ആ സംഘടനയിലെ അംഗമല്ല എങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ പറയാം. കാരണം എങ്ങനെയെങ്കിലും ഇത് ആരോപണ വിധേയരെ അറിയിക്കണമല്ലോ. അല്ലെങ്കിൽ ഇതൊരു പൊതുകാര്യമോ മറ്റു ജനങ്ങളെ ബാധിക്കുന്ന കാര്യമോ ആണെങ്കിലും പറയാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കവലയിൽ പോയി മൈക്ക് കെട്ടിവെച്ച് സംസാരിക്കുന്നത് പോലെയേ ഫീൽ ചെയ്യുന്നുള്ളൂ.